സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. വിജയിക്കുക എന്നത് വല്ലപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വല്ലപ്പോഴും, ഒരിക്കലല്ല അത് ശരിയായി ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വല്ലപ്പോഴുമല്ല വിജയിക്കുന്നതും. വിജയിക്കുക എന്നത് ശീലമാണ്. നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തോൽക്കുന്നതും. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതത്തിലെ നല്ല പാഠങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിത്തരുന്നത് മോശപ്പെട്ട ആളുകൾ ആണ്. എന്നാൽ ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ വിലയിരുത്തരുത്. ചില ആളുകൾക്ക് റോസാപ്പൂക്കളുടെ ഒരു മുഴുവൻ തോട്ടം നൽകിയാലും അതിലെ മുള്ളുകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കൂ. എന്നാൽ മറ്റു ചിലർക്ക് കളകൾ മാത്രമുള്ള ഒരു വയൽ നൽകിയാൽ അതിലെ കാട്ടുപൂക്കളെ കണ്ട് അവർ ആനന്ദിക്കും. കാഴ്ചപ്പാടാണ് കൃതജ്ഞതയുടെ സുപ്രധാന ഘടകം. കൃതജ്ഞതയാണ് സന്തോഷത്തിലേക്കുള്ള സുപ്രധാനമായ മാർഗം. ജീവിതത്തിൽ എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. നാം അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ തീർച്ചയായും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് അഭിനയമായി മാറും. നിങ്ങളുടെ കുട്ടികളെ തുടർച്ചയായി എന്തിനും ഏതിനും വിമർശിച്ചു കൊണ്ടേയിരുന്നാൽ അവർ നിങ്ങളെ ഒരിക്കലും വെറുക്കുകയില്ല. പക്ഷേ അവർ സ്വയം അവരെ തന്നെ വെറുത്തുപോകും. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ആളുകൾ പറഞ്ഞാൽ അവർ വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കഴിയുന്നത് തെളിയിക്കാനുള്ള അവസരമാണിത്. നിങ്ങൾക്കുള്ളിലെ പെരുന്തച്ഛൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപകൽപ്പന ചെയ്തെടുത്ത ഏതു വസ്തുവിനെയും നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കായി ദൃശ്യമാക്കിത്തരും. ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നതിനെ സ്നേഹിക്കുക എന്നതാണ്. നിങ്ങൾ ഇതുവരെ അത് കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് തുടരുക. പ്രണയത്തെപ്പോലെ സൗഹൃദത്തിലും വേണ്ടത് വിശ്വാസമാണ്. സൗഹൃദത്തിൽ വിശ്വാസമുണ്ടായാൽ അത് പ്രണയത്തിനും മേലെയുള്ള വികാരം. ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിൻ്റെ കഴിവും ശക്തിയും പൂർണ്ണമായി വിനിയോഗിക്കാതെ പ്രായമാകുന്നത് പരാജയമാണ്. മിക്ക സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികളായാണ് കാണുന്നത്. ആത്മവിശ്വാസം ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾക്ക് പറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാരമായത് എല്ലാം ഉപേക്ഷിക്കുക. മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതം എല്ലാവരെയും അവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ തിരക്കിലാക്കുന്നു. ഒരു പുരുഷനുമായുള്ള ബന്ധം തുടരണോ വേണ്ടയോ എന്ന് 3-4 മിനിറ്റിലെ സംസാരം കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്നലത്തേതിനേക്കാൾ മികച്ച ഒരു പദ്ധതി തയ്യാറാക്കാൻ ശ്രമിക്കുക. പഠനങ്ങൾ പറയുന്നത് കരച്ചിൽ നിങ്ങളുടെ വിഷാദവും സങ്കടവും കുറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് കരച്ചിലിനെ ഒരിക്കലും പിടിച്ചു നിർത്തരുത്. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കായിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് തടസ്സമില്ലാത്ത ഒരു പാത കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് മിക്കവാറും നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. പല പ്രശ്നങ്ങളെയും വലുതാക്കുന്നതും ചെറുതാക്കുന്നതും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആണ്. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ വെമ്പുന്ന അവൻ്റെ മുഖംമൂടിയാണ്. മൗനം അത് കലഹം ശമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്.
സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു. അത് നാളത്തെ നാശമാവരുത്. കൂടുതൽ വെളിച്ചം നിങ്ങളെ അസ്വസ്ഥനാക്കും. കുറച്ച് ഇരുട്ടും അത്യാവശ്യമാണ്. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും ആവശ്യമാണ്. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവരൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയ ഒരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. പരാജയം സംഭവിച്ചാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഉപയോഗപ്പെടുത്താത്ത അവസരങ്ങളാണ് പിൽക്കാലത്ത് പശ്ചാത്താപമായി മാറുന്നത്. നിങ്ങളുടെ സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ നിങ്ങളാണ്. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടുന്ന ചില സൗഹൃദങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാകുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോൾ ആണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളെയും നിയന്ത്രിക്കുക. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരാളാകാൻ കഴിയുന്നവരാണ് കെടാവിളക്കാവുക. അല്ലാത്തവർ വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല. ഒരു സാഹചര്യത്തെയോ വ്യക്തിയെയോ ഓർത്ത് ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ പ്രതികരണം ഇല്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശം വന്നാൽ നിങ്ങൾക്ക് ഉന്മാദത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. മറ്റെന്തിനും മുമ്പായി തയ്യാറെടുപ്പാണ് വിജയത്തിൻ്റെ താക്കോൽ. ഒരു ചർച്ചയിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ്. പ്രചോദനത്തിൻ്റെ ശക്തിയെ ഒരിക്കലും കുറച്ച് കാണരുത്. അത് തകർന്നവരുടെ തത്സമയത്തെ മാറ്റും. എത്ര കഴിവുകൾക്കും കഠിനാധ്വാനത്തെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായി വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരും മൃദുല ഹൃദയമുള്ളവരും ആയിരിക്കും.